أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واصبر وما صبرك إلا بالله ولا تحزن عليهم ولا تك في ضيق مما يمكرون إن الله مع الذين اتقوا والذين هم محسنون. الله العظيم. സൂറത്തു നഹ്ലിലെ 127-8 അഥവാ അവസാനത്തെ 2 ആയത്തുകൾ. വസ്ബിർ, നബിയെ താങ്കൾ ക്ഷമിക്കുക. വമാ സബുറുക, താങ്കളുടെ സഹനം അല്ലെങ്കിൽ ക്ഷമ അല്ല, ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. വലാ തഹ്സൻ, താങ്കൾ ദുഃഖിക്കേണ്ടതില്ല, അലൈഹിം, അവരുടെ കാര്യത്തിൽ. വലാ തകു, താങ്കളാവരുത്, ഫീ ളൈഖിൻ, മനക്ലേശത്തിൽ അല്ലെങ്കിൽ മനസ്സിടുക്കത്തിൽ. മിമ്മാ യംകുറൂൻ, അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനാൽ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, മഅല്ലദീന തഖൗ, തഖ്വയുള്ളവരുടെ, തഖ്വ പാലിച്ചവരുടെ കൂടെയാകുന്നു. വല്ലദീന ഹും മുഹ്സിനൂൻ, അവർ ഇഹ്സാന് പുലർത്തുന്നവർ അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കുന്നവരും ആയിട്ടുള്ള അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കുന്നവരുമായ. അല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ എന്നാണ്, അതിലേക്ക് ചേർക്കാനാണ്. തഖ്വ പാലിക്കുന്നവരും നന്മ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ളവരുടെ കൂടെയാകുന്നു അല്ലാഹു എന്നർത്ഥം. കഴിഞ്ഞ ആയത്തിൽ ആക്രമിക്കുന്നവരെ തിരിച്ച് അവരോട് പ്രതികാര നടപടി, ശിക്ഷാ നടപടി സ്വീകരിക്കാനൊക്കെ അവകാശമുണ്ട്, എന്നാൽ ക്ഷമിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞല്ലോ. ക്ഷമിക്കുന്നത് എപ്പോഴും ഒരു ഔന്നത്യത്തിന്റെ ലക്ഷണമാണ്. പകരം വീട്ടാൻ കഴിയുമ്പോൾ ക്ഷമിക്കുക എന്നതാണല്ലോ ഔന്നത്യത്തിന്റെ ലക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരാളികൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കുന്നത് അദ്ദേഹത്തിന് ഗുണകരമാകുന്നു. കാരണം ക്ഷമിക്കുന്നത് ഗതികേട് കൊണ്ടല്ല, തിരിച്ചടിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. കാരണം ക്ഷമിക്കുന്നത് അള്ളാഹുവിന്റെ പേരിലാണ്. അള്ളാഹു ആകട്ടെ എതിരാളികളെ എന്ത് ചെയ്യുവാനും എത്രയും അവരോട് പ്രതികാരം ചെയ്യുവാനും എന്ത് ശിക്ഷ കൊടുക്കുവാനും ഒക്കെ കഴിവുള്ളവനാണ്. അങ്ങനെ കഴിവുള്ളവനായ അള്ളാഹുവിന്റെ പേരിലാണ് ക്ഷമിക്കുന്നത്. അതുകൊണ്ട് ആ പേരിൽ ക്ഷമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചാൽ നശിപ്പിക്കും, അല്ലാതെ തന്നെ. ഇപ്പൊ ത്വായിഫുകാരെ, അവരെ നശിപ്പിക്കണമെന്ന് ചോദിച്ച സംഭവമുണ്ട് ചരിത്രം. റസൂലുള്ളാഹി വേണ്ടെന്ന് പറയണല്ലോ ചെയ്തത്. അതുപോലെ ആരെ വേണമെങ്കിലും നശിപ്പിക്കാൻ കഴിയുന്ന അള്ളാഹു ഉണ്ടായിരിക്കെ അള്ളാഹു താല പറഞ്ഞിട്ട് ക്ഷമിക്കുകയാണ് എന്ന് വിചാരിച്ച് ക്ഷമിക്കുമ്പോൾ ആ ക്ഷമക്ക് ഒരു അന്തസ്സ് അനുഭവപ്പെടും. പിന്നെ സബർ എന്ന് പറയുന്നത് അത് നബിമാരുടെ സമര രീതിയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, നബിമാരുടെ കൂട്ടത്തിലെ ഉലുൽ അസ്മുകൾ, ദൃഢനിശ്ചയത്തിന്റെ ആളുകൾ, നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 5 ആളുകളെയാണ് പരിശുദ്ധ ഖുർആൻ ഉലുൽ അസ്മുകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അവര് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക, അഥവാ ബാക്കി 4 ആളുകൾ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. സഹനം അല്ലെങ്കിൽ സഹന സമരം എന്നതൊക്കെ
വേറെ പലരുടെയും പേരിലാണ് ലോകത്ത് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ സോഴ്സ് അത് നബിമാരാണ്. 950 കൊല്ലത്തെ സബുറാണ് നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെത്. അങ്ങനെ എതിരാളികൾ എന്തൊക്കെ ചെയ്താലും എല്ലാം കഴിയുന്നവനായ അള്ളാഹു ആണല്ലോ ഞങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത് എന്നതിൻ്റെ പേരിൽ ക്ഷമിച്ചേക്കുക എന്ന നിലപാട് സ്വീകരിക്കുവാനാണ് ഇവിടെ അള്ളാഹു തആല ആവശ്യപ്പെടുന്നത്. വലാ തഹ്സൻ അലൈഹിം, അവരുടെ കാര്യത്തിൽ ദുഃഖിക്കാൻ നിൽക്കരുത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അലട്ടിയിരുന്ന ഒരു വിഷയമാണ് ഈ ആളുകൾ വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ലല്ലോ. സൂറത്തുൽ കഹ്ഫിൽ ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ, ഈ സന്ദേശത്തിൽ വിശ്വസിക്കാത്തതിൽ ദുഃഖിതനായി നബിയെ താങ്കൾ അവരുടെ പിന്നാലെ നടന്ന് തടിയേടാക്കിയേക്കുമോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. വേറെയും സ്ഥലത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. അഥവാ ഈ സ്വന്തം നാട്ടുകാരായ ആളുകൾ നരകത്തിലേക്ക് പോകുന്നതിൽ അവർക്ക് തൻ്റെ ഇടമില്ലെങ്കിലും അത് നന്നായിട്ട് അറിയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടുത്ത ദുഃഖം ഉണ്ട് എന്നർത്ഥം. വലാ തകു ഫീ ളൈഖിൻ മിമ്മാ യംകുറൂൻ, അവരുടെ കുതന്ത്രങ്ങളുടെ പേരിൽ താങ്കൾക്ക് മനസ്സ് ഇടുങ്ങാതിരിക്കട്ടെ. അഥവാ മുട്ടുക, ഒരു തിക്കുമുട്ട് എന്നൊക്കെ ആളുകൾ പറയലുണ്ടല്ലോ, മനസ്സ് ഇടുങ്ങി പോകുക എന്ന അവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. അഥവാ അവരിങ്ങനെയൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നല്ലോ എന്ന് കരുതി മനസ്സിടുക്കം അനുഭവപ്പെടേണ്ടതില്ല, അഥവാ വിഷമിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ 3 കാര്യങ്ങളായി. ഒന്ന്, താങ്കൾ ക്ഷമിക്കുന്നെങ്കിൽ അതെല്ലാം കഴിയുന്നവനായ അള്ളാഹുവിന്റെ പേരിലുള്ള ക്ഷമയാണ്, അല്ലാതെ തിരിച്ചടിക്കാൻ കഴിയാത്തവന്റെ ക്ഷമയല്ല. പിന്നെ അവര് നശിക്കുന്നതിൽ ദുഃഖിക്കണ്ട, താങ്കളെ ബാധിക്കുന്ന വിഷയമല്ല അത് എന്നർത്ഥം. അതുപോലെ അവർ ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെതിരെ ദ്രോഹം ചെയ്യുന്നല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ടതില്ല. കാരണം എന്താണ്? അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, വഇൻ തത്തഖൂ വതസ്ബിറൂ ലാ യളുറുക്കും കൈദുഹും ഷൈഅ, നിങ്ങൾക്ക് സബറും തഖ്വയും ഉണ്ടെങ്കിൽ അവരുടെ കുതന്ത്രങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല. അവർ വല്ലതും ചെയ്യുകയാണെങ്കിൽ തന്നെ സൂറത്തുൽ ബഖറയിൽ ഫസയക്ഫീകഹുമുള്ള, അവരുടെ കാര്യത്തിൽ താങ്കൾക്ക് അള്ളാഹു മതിയായവനാണ്. ഇങ്ങനെ എല്ലാ നിലക്കും സത്യത്തിൽ ഉറച്ചു നിന്നുകൊള്ളുക എന്ന് ഉണർത്തുകയാണ്. അതൊരു ഗതികെട്ടവന്റെ ക്ഷമയല്ല, പകരം എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്നവന്റെ ക്ഷമ പോലെയാണ് എന്നുണർത്താനാണ് ഇവിടെ ഇത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹു യുഹിബ്ബു മഅ എന്നൊക്കെ പറഞ്ഞാൽ അവന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രോത്സാഹനവും എല്ലാ പിന്തുണയും കിട്ടുക എന്നാണ് ഉദ്ദേശ്യം. അത് ആർക്കാണ്? തഖ്വ പാലിക്കുന്നവർക്കാണ്. ഇവിടെ തഖ്വ എന്തിനു പറയണം? സബുറ് പറഞ്ഞെടുത്ത്, സബുറും തഖ്വയും ഉണ്ടെങ്കിലാണ് തഖ്വ തസ്ബിറു ലാ യളുറുക്കും കൈദുഹും ഷൈഅ എന്നാണല്ലോ സൂറത്ത് ആൽ ഇംറാനിൽ പറഞ്ഞത്. സബുറിന്റെ ഒരു അനുപൂരകമാണ് തഖ്വ എന്ന് പറയുന്നത്. അഥവാ തഖ്വ ഇല്ലാത്തവന് സബുറ് സാധ്യമാക്കുകയില്ല. അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിക്കും, അവൻ ഉണ്ടാകും കൂടെ, അവൻ വരച്ച വരയിൽ ഞാൻ നിൽക്കും എന്നൊക്കെ തീരുമാനിച്ചവന് മാത്രമേ സബുറ് കൈക്കൊള്ളാൻ പറ്റുകയുള്ളൂ. സൂറത്തുൽ ബഖറയിൽ വേദക്കാരായ പുരോഹിതന്മാരെ ചൂണ്ടിയിട്ടു വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, സബുറ് കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിന്റെ സഹായം തേടുന്നു പറഞ്ഞിട്ട് പിന്നെ പറയണത് ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂ ഇല്ലാത്തവർക്ക് അത് നടക്കൂല, പ്രയാസമേറിയ കാര്യമാണ് എന്നാണ്. എന്നതുപോലെ തഖ്വ ഇല്ലാത്തവർക്ക്, അള്ളാഹുവിനോട് ഭയഭക്തിയില്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിനെ വിചാരിച്ച് ക്ഷമിക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ സബർ കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉണ്ടാകും അവരുടെ കൂടെ. ഖുർആൻ മറ്റ് സ്ഥലങ്ങളിലും ഇത് പറഞ്ഞത് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് മൂസ അലൈഹി സ്വലാമിനെയും ഹാറൂൻ അലൈഹി സ്വലാമിനെയും ഫിറൗനിന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ വലാ തഖാഫ ഇന്നനി മഅകുമ അസ്മഉ വ അറ,
നിങ്ങൾ ഇരുവരും ഭയപ്പെടേണ്ടതില്ല, ഞാനുണ്ട് കൂടെ, ഞാൻ കേൾക്കുന്നു കാണുന്നു എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സൗർ ഗുഹയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്നു. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ സൂറത്തുൽ ഹദീദിൽ വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ മഅയ്യത്ത് പരിശുദ്ധ ഖുർആൻ ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ എടുത്തു പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സബർ കൈക്കൊള്ളുന്നവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകും. അള്ളാഹു ഉണ്ട് എൻ്റെ കൂടെ, അവരില്ലെങ്കിലും അവരെതിർക്കുകയാണെങ്കിലും അവരുടെ കുതന്ത്രങ്ങളുടെയും അവരുടെ ഉപദ്രവങ്ങളുടെയും ഒക്കെ പേരിൽ ക്ഷമിക്കുക, തിരിച്ച് പകരം വീട്ടാതിരിക്കുകയാണെങ്കിൽ, അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്ഹ് മക്കയുടെ അന്ന് ചെയ്തത്, പറഞ്ഞത് നസ്ബിറു വലാ നുആഖിബ്, നമ്മൾ ക്ഷമിക്കുന്നു, നാം പ്രതികാരം ചെയ്യില്ല. ലാ തസ്രീബ അലൈക്കുമുൽ യൗം ഇദ്ഹബു അൻതുമുത് തുലഖാ മിസ്ലി കമിസ്ലി യൂസുഫ്, ഇന്ന് ഞാൻ യൂസുഫിനെ പോലെയാണ്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോട്, യൂസുഫ് അലൈഹി സ്വലാം ജ്യേഷ്ഠന്മാരോട് പറഞ്ഞ മറുപടിയാണത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല. ഇദ്ഹബു അൻതുമുത് തുലഖാ, പൊയ്ക്കൊള്ളൂ, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. ഇതാണ് നസ്ബിറു വലാ നുആഖിബു എന്ന് പറഞ്ഞതിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെയുള്ള വിശദീകരണം. അങ്ങനെയാണ് ക്ഷമിച്ചത്. എന്താ കാരണം? അള്ളാഹു കൂടെ ഉണ്ടാകും. കൂടെ ഉണ്ടാവല് തഖ്വയും പിന്നെ ഇഹ്സാനും, ഇവിടെ ഇഹ്സാനും കൂടി എടുത്തു പറയുന്നുണ്ട്. വല്ലദീന ഹും മുഹ്സിനൂൻ, അഥവാ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നന്മ പ്രവർത്തിക്കുന്നതിനാണല്ലോ ഇഹ്സാൻ എന്ന് പറയാം. അത്തരം ആളുകളുടെ കൂടെ ഉണ്ട് എന്ന് അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് വിജയവും അവർക്ക് അള്ളാഹുവിന്റെ പിന്തുണയും ഒക്കെ ഉണ്ടാകും എന്നാണ് അതിന്റെ സൂചന. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ഈ സൂറത്തിന്റെ അവസാനം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട്, ഉദാഹരണമായിട്ട് ചില പണ്ഡിതന്മാർ അവരോട് മരിക്കാൻ നേരത്ത് ആരൊക്കെ വസിയത്ത് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോ അവരുടെ മറുപടി, പിന്നെ വസിയത്ത് ചെയ്യൽ പണമുള്ളവരാണ്, എനിക്ക് പണമില്ല. ഇന്നമൽ വസിയത്തു മിനൽ മാലി വലാ മാലലി, വസിയത്ത് പണം കൊണ്ടാണ് ചെയ്യല്, എനിക്ക് പണമില്ലല്ലോ. വലാകിന്നി ഊസിക്കും ബിൽ അമലി ബി ഖവാതിമി സൂറത്തുൻ നഹൽ, പക്ഷേ ഞാൻ നിങ്ങൾക്ക് അമല് കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഏത് അമല്? ബി ഖവാതിമി സൂറത്തുൻ നഹൽ, സൂറത്തുൻ നഹലിന്റെ അവസാനത്തിന്റെ സൂറത്തുൻ നഹലിന്റെ ഉപസംഹാരം, അതുകൊണ്ടുള്ള അമല് അഥവാ അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ വസിയത്ത് ചെയ്യുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വസിയത്ത് ചെയ്തത് ഇതിന്റെ വിശദീകരണമായിട്ട് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പരാമർശിക്കുന്നത് കാണാൻ കഴിയും. അത്രയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഖവാത്തിമു സൂറത്തുൻ നഹൽ എന്ന് പറയുന്നത്. കാരണം പ്രതികാരം ചെയ്യാൻ അവകാശമുണ്ടെങ്കിലും ക്ഷമിക്കലാണ് നല്ലത് എന്നും, ക്ഷമിക്കൽ വെറുതെയല്ല, എല്ലാം കഴിയുന്നവനായ അള്ളാഹുവിന്റെ പേരിലുള്ള ക്ഷമയാണെന്നും, എതിരാളികളുടെ പേരിൽ ദുഃഖിക്കുകയോ വിഷമിക്കുകയോ നിരാശരാവുകയോ വേണ്ടതില്ലെന്നും, തഖ്വയും ഇഹ്സാനുമുള്ളവരുടെ കൂടെ ആരില്ലെങ്കിലും അള്ളാഹു ഉണ്ടെന്നും ഉണർത്തുന്ന അങ്ങനെ വലിയ ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ വലിയ മനസ്സമാധാനവും പിന്നെ ആത്മധൈര്യവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ഭാഗമാണിത്. ഇതാണ് സൂറത്തുൽ നഹലിന്റെ അവസാന ഭാഗം. അൽഹംദുലില്ലാഹ്, സൂറത്തുൽ നഹല് നമ്മൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയും ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സാധാരണ പറയാറുള്ളത് പോലെ ധാരണപ്പിശകുകൾ കൊണ്ട്, അതുപോലെ വിവരത്തിന്റെ കുറവ് കൊണ്ടും ഒക്കെ തെറ്റുകൾക്ക് സാധ്യതയുള്ളതാണ്. തെറ്റുകളിൽ നിന്ന് മുക്തരല്ലല്ലോ, അല്ലെങ്കിൽ പോരായ്മകളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന് മുക്തരല്ല നമ്മളെല്ലാവരും ആരും. അതുകൊണ്ട് അള്ളാഹു അതൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പ്രത്യേകിച്ചും നാക്കുപിഴകളായിട്ടും ഒക്കെ ധാരാളം തെറ്റുകൾക്ക് സാധ്യതയുണ്ട്. പരമാവധി സൂക്ഷിച്ചിട്ടുണ്ട്, മനഃപൂർവ്വം ഒന്നും വരുത്തിയിട്ടില്ല. എന്നാൽ പോലും മനുഷ്യ സഹജമായ വീഴ്ചകൾക്കും പോരായ്മകൾക്കും വലിയ സാധ്യതകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ
പിടികൂടാതിരിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിന് ഇനിയും ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ എന്ന് പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ താഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرة. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.